റമദാൻ പുണ്യത്തിലേക്ക്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യം നിറഞ്ഞതും ഭയഭക്തി നിർഭരവും ആത്മീയമായി ഗുണപ്രദവുമായ റമദാൻ മാസത്തിലെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ 30 ദിനങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസം ഇസ്ലാം വിശ്വാസിക്ക് പാപമോചനത്തിൻ്റെ മാസമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തേതായ വ്രതാനുഷ്ഠാനത്തോടെയാണ് ഇത് പൂർത്തിയാകുന്നത്. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ, നമസ്കാരം നിലനിർത്തൽ, സക്കാത്ത് നൽകൽ, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കൽ, ഹജ്ജ് നിർവഹിക്കൽ എന്നീ 5 കാര്യങ്ങളാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും പവിത്രതയും അല്ലാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ മഹാഭാഗ്യവും റമദാൻ മാസത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. സകല മനുഷ്യരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കുവാനുള്ള തുറവി ഈ ദിനങ്ങൾ നമ്മളിൽ ഉളവാക്കട്ടെ. ഏവർക്കും കരുതലിൻ്റെ സ്നേഹം നിറഞ്ഞ റമദാൻ ആശംസകൾ. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ 30 ദിവസം പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞുപോയ സുന്ദര ദിനങ്ങൾ മനുഷ്യഹൃദയത്തെ ആത്മവിശുദ്ധിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന ദിനത്തിൽ ഒന്നേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ: നല്ല നിമിഷങ്ങൾ ബാക്കിയാവട്ടെ. മനുഷ്യനോട് ഉള്ള തുറന്ന് ചിരിക്കുവാനും മനുഷ്യനെ ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന ഹൃദയ വിശാലതയിലേക്ക് ഏവരും വളരട്ടെ. മൂസാ നബി അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പടച്ചോനെ, എൻ്റെ മനസ്സ് വലുതാക്കി തരണേ എന്നാണ്. എന്തൊരു പ്രാർത്ഥനയാണതല്ലേ! അള്ളാഹുവെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യരുടെ മനസ്സ് വലുതാക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്. മൂസാ നബി പ്രാർത്ഥിച്ചത്, ഞാൻ പറയുന്നത് മനുഷ്യർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ എന്നായിരുന്നു. മനുഷ്യനെ ഉള്ള തുറന്ന് സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഏവർക്കും കഴിയട്ടെ. ചേർത്തു നിർത്തലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഹൃദ്യമായ കാഴ്ചയായി ബലിപ്പെരുന്നാൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ.